ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ പാലക്കാട് പോയ വീഡിയോസാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. യൂഷ്വലി വർക്കിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവരെയും പോയി കാണാൻ ഇച്ചിരി ഡിഫിക്കൾട്ടാണ്. പക്ഷെ മാക്സിമം എല്ലാ വീക്കെൻഡും ഞങ്ങൾ എല്ലാവരുടെ അടുത്തും ഒന്ന് വിസിറ്റ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കാറുണ്ട്. അതുപോലെ ബേബീനെയും ഭാബീനെ എല്ലാവരെയും ഉമ്മീനെയൊക്കെ കാണാൻ പോയ ഒരു ഫ്യൂ ഡേയ്സിൻ്റെ വ്ളോഗാണിത്. സോ ഐ ഹോപ്പ് യു എൻജോയ് ഇറ്റ്. ഞങ്ങൾ ലൈക്ക് പാലക്കാട് പോകുമ്പോൾ എപ്പോഴും എന്തെങ്കിലും പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ഇന്നത്തെ പ്ലാൻ വാസ് ലൈക്ക് മമ്മ നല്ല അടിപൊളി ഇഡ്ഡലി സാമ്പാർ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ലഞ്ചിന് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഫേമസ് പാലക്കാടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബിരിയാണി, അതാണ് NMR ബിരിയാണി. സോ അത് വീട്ടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. സോ ഞങ്ങൾ അവിടെ പോയിട്ട് കഴിക്കണം എന്നായിരുന്നു പ്ലാൻ. പക്ഷെ അവിടെ പോകുമ്പോൾ ഭയങ്കര തിരക്കും വെയിറ്റിംഗ് ആയിരുന്നു. സോ ഞങ്ങൾ പാർസൽ എടുത്തു. അവിടുത്തെ തിരക്ക് കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി ആൻഡ് ബീഫ് ബിരിയാണി ആയിരുന്നു. പിന്നെ കുറച്ച് ബീഡയും മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ നേരെ വീട്ടിൽ പോയി ഞങ്ങൾ ബിരിയാണി കഴിച്ചു. അതിന് ശേഷം ബീഡ കഴിച്ചു. എനിക്ക് ലൈക്ക് ആ ബിരിയാണി കഴിച്ചപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. നമ്മൾ മലബാർ അല്ലെങ്കിൽ കേരളത്തിൽ കഴിക്കുന്ന പോലത്തെ ബിരിയാണിയല്ല. ഇതിനൊരു തമിഴ് ടച്ച് എന്ന് പറയില്ലേ, നമ്മുടെ ആമ്പൂർ ബിരിയാണി, തലപ്പാക്കട്ടി എല്ലാം കൂടി ഒരു മിക്സായ ഒരു ടേസ്റ്റായിരുന്നു ഈ ബിരിയാണിക്ക് ഉണ്ടായിരുന്നത്. നമ്മൾ പാർസൽ മേടിച്ചിട്ട് കാരണം ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. കുറച്ച് ബീഫ്, കുറച്ച് ചിക്കൻ. നല്ല അച്ചാറല്ലേ? അതെ ഞാൻ പറഞ്ഞു. ഇച്ചിരി കൂടി ചോറ്. ബീഫ് ഇത് ബിരിയാണി. റൈസ് സെയിം ആണ്. റൈസ് സെയിം. ചിക്കൻ ചിക്കൻ എടുക്കട്ടെ. ഈ ബിരിയാണീൻ്റെ കോംബോ എന്ന് പറയുന്നത് കാച്ചാറാണ്. ഈ ഒരു ബിരിയാണി ഈ കാച്ചാർ മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് വരുന്നത്. ഈ കാച്ചാർ എന്ന് പറയുന്നത് ഈ ബാങ്കൻ ആ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ഒരു സാമ്പാർ നല്ല ഒരു മിക്സ് കറി പോലത്തെ. പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങളൊരു ബീഡ ട്രൈ ചെയ്തു. അതൊരു മിക്സ് ഓഫ് ഫ്ലേവേഴ്സ് ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഈ ഒരു ടൈമിൽ പാലക്കാട് പോകുന്ന എല്ലാവർക്കും അറിയാം, പാലക്കാട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ബിക്കോസ് മഴയൊക്കെ കഴിഞ്ഞ് നല്ല ഗ്രീനറി, ആ ഒരു കൂൾ ക്ലൈമറ്റൊക്കെ ആയിട്ട്. സോ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ തന്നെ കുറച്ചടുത്ത് ഒരു ചെക്ക് ഡാം ഉണ്ട്. സോ ഞങ്ങൾ ചെക്ക് ഡാമിൽ ലൈക്ക് അവിടെ കുറച്ച് വെള്ളത്തിലൊക്കെ കളിച്ച് കുറച്ച് മൈൻഡൊക്കെ റിഫ്രഷ് ചെയ്തിരിക്കാം എന്ന് വിചാരിച്ചു. ഓ, അപ്പോൾ അത്ര ഹൈറ്റേ ഉള്ളൂ. നിങ്ങൾ പാലക്കാട് നിന്നുള്ള ആളാണെങ്കിൽ നിങ്ങൾക്കറിയുന്ന അടിപൊളി പ്ലേസസ് ഒക്കെ കമൻറ്റ് ബിലോ. എനിക്കും ഭാബിക്കുമൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഗ്രീനറി, വെള്ളച്ചാട്ടം, വെള്ളത്തിൽ കളിക്കുക, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ്? ട്രാവലിംഗ് ഒക്കെ ഇഷ്ടമാണോ? എന്താണ് നിങ്ങളെ പറ്റി ഇതൊക്കെ അറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്.
ഡേ സെക്കൻഡിൻ്റെ പ്ലാൻ വാസ് ഗോയിങ് ടു കൊല്ലങ്ങോട്, ചന്ദ്രേട്ടൻ്റെ ചായക്കട, ചിന്നഞ്ചിറ അമ്പലം, അങ്ങനത്തെ കുറേ പ്ലാൻസ് ആയിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. സോ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് റെഡിയായി നേരെ കൊല്ലങ്ങോടിലേക്ക് വിട്ടു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് എത്തിയത് ചന്ദ്രേട്ടൻ്റെ ചായക്കടയിലാണ്. അവിടെ പോയിട്ട് നല്ല ബീഫും പൊറോട്ടയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. നോർമൽ നമ്മുടെ ഹോം കുക്ക് ഫുഡ് പോലെയൊക്കെ ആയിരുന്നു ടേസ്റ്റ്. അവരുടെ പഴയ ഷോപ്പിൽ നിന്ന് കുറച്ചും കൂടി മാറിയിട്ടാണ് ഇപ്പോൾ ലൊക്കേഷൻ ഉള്ളത്. അവിടുന്ന് ഞങ്ങൾ നേരെ വിട്ടത് ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി ടെമ്പിളിലാണ്. ആ ഫേമസ് ആൽമരമൊക്കെ ഉള്ള കുറേ ഷൂട്ടിംഗ് ഒക്കെ നടന്ന സ്ഥലമാണിത്. ഇവിടെ പോയി കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ആംബിയൻസ് ആയിരുന്നു. ഇത്ര തിരക്കുണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഈ ഒരു ടെമ്പിൾ ഈസ് നോൺ ഫോർ എന്താ പറയുക, ആർക്കെങ്കിലും വീട് വെക്കാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ ബേബീസ് ഉണ്ടാവാനുള്ള അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ലൈക്ക് ഹൗസിൻ്റെ ഒരു ചെറിയ സ്റ്റാച്ചു അല്ലെങ്കിൽ ബേബി തൊട്ടിലൊക്കെ അവിടെ പോയിട്ട് കെട്ടിയിടും. അപ്പോൾ അത് സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ അവിടുത്തെ വേറൊരു മെയിൻ റിലീജിയസ് സംഭവം എന്ന് പറയുന്നത്, അവിടെ അവർ കോഴീനെ ഇത് ബലിക്ക് കൊടുക്കും. സോ ബലിക്ക് കൊടുത്ത് അതിന് ശേഷം അവിടെ തന്നെ അവർ അതിനെ കൊണ്ട് കുക്ക് ചെയ്ത് അവിടെ അവരുടെ കസിൻസിനെയൊക്കെ വിളിച്ചിട്ട് സെർവ് ചെയ്യും. എന്തോ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഈ ഒരു ഏരിയയുടെ ഭംഗി എന്ന് പറയുന്നത് ക്യാമറയിലൂടെ ഒരിക്കലും മനസ്സിലാവില്ല. ഭയങ്കര ഹ്യൂജ് മൗണ്ടൻസ് ഒക്കെ ആയിട്ട് ലൈക്ക് ഗ്രീനറി, പാടം ഒക്കെ ആയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടുന്ന് നല്ല ലെമൺ സോഡയൊക്കെ കുടിച്ച് ഞങ്ങൾ യാത്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉച്ചയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിശക്കുന്നുണ്ടായിരുന്നു. സോ എല്ലാവരും നേരത്തെ പറയുന്നുണ്ടായിരുന്നു കാലാപാനി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് കം ഷാപ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. സോ അവിടുത്തെ ഫുഡ് അടിപൊളിയാണെന്ന്. സോ ഞങ്ങൾ നേരെ വിട്ടത് കാലാപാനിയിലേക്കായിരുന്നു. അവിടെ പോയി കഴിഞ്ഞാലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ നമുക്ക് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്ത് ഒരു 15 to 20 മിനിറ്റ്സിൽ അത് അവർ തരും. സോ ഞങ്ങൾ ഓർഡർ ചെയ്തത് അവിടുത്തെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പാൽക്കപ്പ ആൻഡ് ഫിഷ് കറി, പിന്നെ കാന്താരിക്കള്ള്, മുന്തിരിക്കള്ള്, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് അതും ഉണ്ട്. പിന്നെ ഞങ്ങൾ ബീഫ് കറി, ബീഫ് ഫ്രൈ, മല്ലി ചിക്കനും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. സോ അതും ഓർഡർ ചെയ്തു. ഇതാണ് മല്ലി ചിക്കൻ, ഇത് രണ്ടും. ഇത് ബീഫ് കറി, ഇത് ബീഫ് ഫ്രൈ. സോ അതൊന്ന് പിടിക്കും ഒരു പീസ് വേണോ? കഴിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാൽക്കപ്പയും ഫിഷ് കറിയായിരുന്നു. ഓ മൈ ഗോഡ്, അത് ഭയങ്കര ഒരു ഹെവൻലി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ മല്ലി ചിക്കനും അടിപൊളിയായിരുന്നു. അത് എന്തിൻ്റെയാ? മലമ്പുഴ ഡേ 3 എന്ന് പറയുന്നത് ഞങ്ങൾ വീട്ടിലൊക്കെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ മലമ്പുഴ ഡാമൊക്കെ കണ്ട് അതിൻ്റെ 2 സൈഡിലേക്ക് പോയിട്ട് നേരെ ഞങ്ങൾ പോയത് കവയിലേക്കാണ്. ഈവനിങ് കവ അവിടെ പോയി എൻജോയ് ചെയ്യുന്നത് ഭയങ്കര പീസ്ഫുള്ളാണ്. സ്പെഷ്യലി ഈ ഒരു വെതറിൽ, മഴയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആ ഒരു വെതറിൽ ഭയങ്കര ഗ്രീനറിയും കൂൾ ബ്രീസൊക്കെ ആയിട്ട് അടിപൊളി വൈബാണ്. സോ ഈവനിങ് ടൈമിൽ നിങ്ങൾ പാലക്കാട് പോകുന്നുണ്ടെങ്കിൽ കവ മിസ് ചെയ്യരുത്. അവിടെ ആഴവും കുറവാണ്, ബട്ട് നിങ്ങൾ നോക്കണം ഏത് ഏരിയയിലാണ്. സോ നോക്കിയിട്ടേ വെള്ളത്തിൽ ഇറങ്ങാവും.
വീട്ടിൽ നിന്നാണ് വെള്ളത്തേക്ക് ഇന്നെ നിങ്ങളുടെ അത്രക്ക് ഞാനപ്പോ കാണിച്ചില്ല. അതാ ഇതിലടക്കം വലിയ ബാലൻസ് ഇല്ല. അങ്ങനെ ഞങ്ങൾ ഈവനിങ് അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ച് പീസ്ഫുള്ളായി വെള്ളത്തിലൊക്കെ കളിച്ചു എൻജോയ് ചെയ്ത് നേരെ വീട്ടിൽ തിരിച്ചെത്തി. അന്ന് നൈറ്റായിരുന്നു ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട ട്രെയിൻ ഉണ്ടായിരുന്നത്. I hope you guys like the video. Like, share and subscribe. Love you guys.